ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് മൊഡ്യൂൾ 4ത്തെ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. സോ മൊഡ്യൂൾ 4ൽ നമ്മൾ മെയിനായിട്ട് കൺട്രോൾ സിസ്റ്റം മോട്ടോഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ കൺട്രോൾ സിസ്റ്റത്തിൽ സ്പീഡ് കൺട്രോളിന് വേണ്ടി മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് DC സീരീസ് മോട്ടോർ ആൻഡ് ഇൻഡക്ഷൻ മോട്ടറാണ്. അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ ആംഗിൾ കൺട്രോൾ, അതായത് വളരെ ചെറുതായിട്ടുള്ള പൊസിഷൻ അല്ലെങ്കിൽ ആംഗിളുകൾ ആംഗിളിൽ റൊട്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ ചില മോട്ടോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. RPC സിസ്റ്റംസ് എന്ന് പറയും, റിമോട്ട് പൊസിഷൻ കൺട്രോളിന് വേണ്ടി യൂസ് ചെയ്യുന്ന പല മോട്ടോഴ്സിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്. അതിൽ യൂസ് ചെയ്യുന്ന മോട്ടോഴ്സിനെ കുറിച്ച് പറഞ്ഞില്ല, ഒരു മെക്കാനിസം ജനീവ ക്യാം എന്ന് പറയുന്ന ഒരു മെക്കാനിസത്തെ കുറിച്ച് പറഞ്ഞു. ഇനി ഈ വീഡിയോയിൽ വി ആർ ഗോയിങ് ഇൻ ടു the motors which are used in RPC position control systems. Mainly we will be dealing with stepper motor. There are different type of stepper motors. So ഈ വീഡിയോ എന്ന് പറയുന്നത് മെയിനായിട്ട് സ്റ്റെപ്പർ മോട്ടോഴ്സിനെ കുറിച്ചിട്ടാണ്. സോ എന്താണ് സ്റ്റെപ്പർ മോട്ടോഴ്സ്? നമ്മൾ പറഞ്ഞു RPC റിമോട്ട് പൊസിഷൻ കൺട്രോളിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മോട്ടോറാണ് ഈ സ്റ്റെപ്പർ മോട്ടോർ എന്ന് പറയുന്നത്. ആ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ മോട്ടോറിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് റൊട്ടേഷൻ അല്ല, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ടാണ് അതിന് സ്റ്റെപ്പർ മോട്ടോർ എന്ന് പറയുന്നത്. അതായത് ചിലപ്പോൾ ഒരു 10 ഡിഗ്രി സ്റ്റെപ്പ് ആംഗിളുള്ള ഒരു മോട്ടറാണെങ്കിൽ അത് ആദ്യം 0 ഡിഗ്രിയിൽ നിന്ന് ഒരു 10 ഡിഗ്രിയിലേക്ക് ആദ്യം എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. പിന്നെ അടുത്ത ഒരു പൾസ് വരുമ്പോൾ, ഒരു ഇൻപുട്ട് പൾസ് വരുമ്പോഴാണ് അടുത്തൊരു 10 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റെപ്പർ മോട്ടോറിൻ്റെ റൊട്ടേഷൻ ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പൾസുകളാണ്, ഇലക്ട്രിക്കൽ പൾസുകളാണ് യൂസ് ചെയ്യുക. ആ പൾസുകളിൽ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ സ്റ്റെപ്പർ മോട്ടറിനെ വളരെ സ്ലോയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. So a stepper motor is a unique type of DC motor that rotate in fixed step of certain number of degrees. ഇപ്പോൾ ഒരു DC ആണ്, DC പൾസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റെപ്പർ മോട്ടറിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റെപ്പ് സൈസ് ക്യാൻ റേഞ്ച് ഫ്രം 0.9 to 90 ഡിഗ്രി. അത്രയും ചെറിയൊരു ആംഗിൾ 0 to 9 ഡിഗ്രി തൊട്ടിട്ട് 0.9 ഡിഗ്രി തൊട്ടിട്ട് 90 ഡിഗ്രി വരെ ആക്കാം സ്റ്റെപ്പ് ആംഗിൾ എന്ന് പറയുന്നത്. അത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതും ആ സ്റ്റെപ്പ് എങ്ങനെയാണ് ഇൻപുട്ട് പൾസുകൾ കൊടുക്കുന്നതിനനുസരിച്ച് അത് വേരീസ് ചെയ്യും. സ്റ്റെപ്പേഴ്സ് ഹാവ് ഇൻഹറൻ്റ്ലി ലോ വെലോസിറ്റി ആൻഡ് ദെർഫോർ ആർ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് വിത്തൗട്ട് ഗിയർ റിഡക്ഷൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു ഹൈ RPM റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മോട്ടർ വെച്ചിട്ട് നമുക്കൊരു വളരെ സ്മോൾ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വാൽവോ അങ്ങനെ എന്തെങ്കിലും ഒരു ലോഡിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഗിയർ മെക്കാനിസം യൂസ് ചെയ്യേണ്ടി വരും. ആ ഗിയർ മെക്കാനിസം യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോൾ ഈ സ്റ്റെപ്പേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഹറൻ്റ്ലി ദേ ആർ ഓഫ് വെരി ലോ സ്പീഡിലാണ് അത് റൊട്ടേറ്റ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും വേണ്ട, ഗിയർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. സ്റ്റെപ്പേഴ്സ് മോട്ടോഴ്സ് ക്യാൻ ഈസിലി ബി കൺട്രോൾ ടു ടേൺ അറ്റ് 1 RPM ഓർ ലെസ് വിത്ത് കംപ്ലീറ്റ് ആക്യുറസി. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. 1 റവല്യൂഷൻ 1 RPM എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മിനിറ്റിൽ ഒരു റൊട്ടേഷൻ മാത്രം, ഒരു സിംഗിൾ റൊട്ടേഷൻ മാത്രം. അത്രയും സ്പീഡ് കുറവിൽ വേണമെങ്കിൽ അതോ അതിൽ കുറവോ സ്പീഡിൽ വരെ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റെപ്പർ മോട്ടോഴ്സിൽ റൊട്ടേറ്റ് ചെയ്യാം. സോ അതെന്ന് പറയുന്നത് പലപ്പോഴും കൺട്രോൾ സിസ്റ്റത്തിൽ റിമോട്ട് പൊസിഷൻ കൺട്രോളിന് വേണ്ടി വരുമ്പോൾ പലപ്പോഴും വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതേപോലെ ഇൻ സ്പീഡ് കൺട്രോൾ സിസ്റ്റംസ് യൂസിങ് സ്റ്റെപ്പർ മോട്ടോർ, കൺട്രോളർ ക്യാൻ നോ ദ എക്സാക്ട് പൊസിഷൻ ഓഫ് ദ മോട്ടോർ ഷാഫ്റ്റ് വിത്തൗട്ട് ദ നീഡ് ഓഫ് പൊസിഷൻ സെൻസേഴ്സ്. നമ്മൾ ആ ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ കൺട്രോൾ പറയുമ്പോൾ അതിലൊരു കൺട്രോൾ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസുകൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതിലെന്താണ്? ആ മോട്ടോറിൻ്റെ പൊസിഷൻ സെൻസ് ചെയ്യുക അല്ലെങ്കിൽ സ്പീഡ് സെൻസ് ചെയ്യാൻ സെൻസേഴ്സ് യൂസ് ചെയ്യണം. പക്ഷേ സ്റ്റെപ്പർ മോട്ടോർ വെച്ചിട്ടുള്ള കൺട്രോൾ സിസ്റ്റത്തിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, സെൻസേഴ്സിൻ്റെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം കൺട്രോളറിന് അറിയാം, കൺട്രോളർ പൾസസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റെപ്പർ മോട്ടോറിൻ്റെ സ്റ്റെപ്പ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 പൾസ് കൊടുത്തു കഴിഞ്ഞാൽ എത്രയും ആംഗിളിലാണ് മോട്ടോർ റൊട്ടേറ്റ് ചെയ്ത് എന്നുള്ളത് കൺട്രോളറിന് അറിയാൻ പറ്റും. അപ്പോൾ ആ പൾസിൻ്റെ സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പൾസ് ഡാറ്റയിൽ നിന്ന് തന്നെ കൺട്രോളറിന് എന്തറിയാം? മോട്ടോറിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും എന്ന്
കൺട്രോളറിന് അറിയാൻ പറ്റും. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടൊരു സെൻസർ, ആ പൊസിഷൻ, ആ മോട്ടറിൻ്റെ പൊസിഷൻ സെൻസ് ചെയ്യാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് സെൻസർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഇഫ് വി ആർ യൂസിങ് സ്റ്റെപ്പർ മോട്ടർ ഫോർ പൊസിഷൻ കൺട്രോൾ. ഓക്കെ, അതൊക്കെയാണ് സ്റ്റെപ്പർ മോട്ടോറിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസുകൾ എന്ന് പറയുന്നത്. സോ ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റെപ്പർ മോട്ടോഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മെയിൻലി ദർ ആർ 3 types: permanent magnet stepper motor and variable reluctance stepper motor and hybrid stepper motor. ഈ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ മോട്ടോഴ്സിൻ്റെ കൺസ്ട്രക്ഷൻ. പെർമനൻറ്റ് മാഗ്നറ്റ് സ്റ്റെപ്പർ മോട്ടറിൽ റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് ആയിരിക്കും. വേരിയബിൾ റിലക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടറിൽ ആ റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് ഒരു അയൺ പീസ് ആയിരിക്കും. ദെൻ ഈ പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെയും വേരിയബിൾ റിലക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടറിൻ്റെയും കോമ്പിനേഷൻ ആണ് എന്ത് ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടർ എന്ന് പറയുന്നത്. സോ മെയിൻലി സ്റ്റെപ്പർ മോട്ടോർ ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 types: പെർമനൻറ്റ് മാഗ്നറ്റ് സ്റ്റെപ്പർ മോട്ടർ, വേരിയബിൾ റിലക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടർ ആൻഡ് ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടർ. ഓക്കെ, ഇനി നമുക്ക് പെർമനൻറ്റ് മാഗ്നറ്റ് സ്റ്റെപ്പർ മോട്ടർ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ in this type of motor, as the name suggests, rotor consists of permanent magnet poles of high retentivity steel and is in cylindrical shape. അതായത് പെർമനൻറ്റ് മാഗ്നറ്റ് സ്റ്റെപ്പർ മോട്ടോറിൻ്റെ കേസിൽ റോട്ടർ എന്ന് പറയുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈ റീറ്റൻറ്റിവിറ്റി സ്റ്റീൽ കൊണ്ടുള്ള ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് ആയിരിക്കും. ദ സ്റ്റേറ്റർ ഓൾസോ ഹാവ് സാലിയൻ പോൾസ്. സ്റ്റേറ്ററിലും എന്താണ്? പോളുകളാണ്. നമുക്ക് ആ ഫിഗർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സോ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ്, ഫിഗർ 1 കാണിച്ചിരിക്കുന്ന ഇതാണ് എന്ത് നമ്മുടെ ഒരു നിങ്ങളുടെ ഈ സ്ലൈഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ പേര് എഴുതി കാണിക്കുന്ന, ഇൻട്രൊഡക്ഷനിൽ തന്നെ കാണിക്കുന്നത് ഒരു സ്റ്റെപ്പർ മോട്ടർ തന്നെയാണ്. അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് എന്ത് ഒരു സ്റ്റെപ്പർ മോട്ടോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഇതിൽ റോട്ടർ എന്ന് പറയുന്നത് ഈ നോർത്ത് പോള് സൗത്ത് പോള് ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഒരു പെർമനൻറ്റ് മാഗ്നറ്റാണ്. ശരിക്കുള്ള ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പ് ഒന്നുമല്ല, അതൊരു സർക്കുലർ സിലിണ്ടറിക്കൽ ആയിട്ടുള്ളത് തന്നെയായിരിക്കും. ഒരു സിലിണ്ടറിക്കലായിരിക്കും. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ശരിക്കും സിലിണ്ടറിക്കൽ തന്നെയായിരിക്കും. ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഒരു സർക്കിൾ പോലെ കാണാം. അതിൻ്റെ ഒരു സൈഡിൽ എന്തുണ്ടാവും? നോർത്ത് പോൾ ഉണ്ടാവും, ഒരു സൈഡിൽ സൗത്ത് പോൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഫിഗർ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ടിൽ എന്താണ്? ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ട്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ അതിന് നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്. അതേപോലെ സ്റ്റേഷനറി ആയിട്ടുള്ള സ്റ്റേറ്റർ പാർട്ട്, ഇതാണ് സ്റ്റേറ്റർ എന്ന് പറയുന്നത്, ഔട്ടർ ആയിട്ടുള്ള സ്റ്റേറ്റർ പാർട്ട്. സ്റ്റേറ്ററിൽ എന്താണ്? സാലിയൻ മീൻസ് പ്രൊജക്റ്റഡ് ആയിട്ടുള്ള പോളുകൾ ഉണ്ടായിരിക്കും. ആ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു 4 പോളുകളുള്ള ഒരു സ്റ്റെപ്പർ മോട്ടറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൽ ഈ ഓപ്പോസിറ്റായിട്ട് കിടക്കുന്ന പോളുകൾ പരസ്പരം എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു വൈൻഡിങ് വഴി കണക്ട് ചെയ്തിട്ടുണ്ടാവും. ശരിക്ക് റോട്ടർ എന്ന് പറയുന്നത് പെർമനൻറ്റ് മാഗ്നറ്റും സ്റ്റേറ്ററിലത്തെ പോളുകൾ എന്താ? ഇലക്ട്രോ മാഗ്നറ്റുമാണ്. സോ ഇലക്ട്രോ മാഗ്നറ്റിനെ എനർജൈസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് സപ്ലൈ കൊടുക്കണം. ആ സപ്ലൈ കൊടുക്കാനുള്ള വൈൻഡിങ്ങുകളാണ് ഇവിടെ ചുറ്റിയിട്ട് പുറത്തായിട്ട് ചുറ്റി കാണിച്ചു വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഫേസ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വൈൻഡിങ് നോക്കിക്കോളൂ. ഫേസ് എയുടെ പ്ലസ് ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇവിടെ ചുറ്റുന്നുണ്ട്, ചുറ്റിക്കഴിഞ്ഞ് ഇതിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ പോയി അടിയിലും ചുറ്റിയിട്ടുണ്ട്, അതിൻ്റെ അടുത്ത എൻഡ് പുറത്ത് വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഓപ്പോസിറ്റായിട്ട് കിടക്കുന്ന പോളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? സെയിം വൈൻഡിങ് വെച്ചിട്ട് സീരീസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ വൈൻഡിങ്ങിൻ്റെ 2 എൻഡാണ്. ഒരെൻഡാണ് എ പ്ലസും മറ്റേ എൻഡാണ് എന്ത്? എ മൈനസും, എ ഡാഷ് മൈനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈൻഡിങ് എനർജൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിലേക്ക് സപ്ലൈ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോളുകളിൽ ഓപ്പോസിറ്റ് പൊളാരിറ്റി വരുന്ന രീതിയിലായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുക? കറണ്ട് സപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇത് വൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അങ്ങനെയുള്ള രീതിയിലായിരിക്കും. സോ ഈ എയുടെ അവിടെ നമ്മളൊരു പോസിറ്റീവ് സപ്ലൈയും എ ഡാഷിൻ്റെ അവിടെ ഒരു മൈനസ് സപ്ലൈയും കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ പോളുകളിൽ നോർത്ത് പോളും സൗത്ത് പോളും ഇങ്ങനെ എന്ത് ചെയ്യും? എക്സൈറ്റഡ് ആവും. സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എക്സൈറ്റഡ് ആവും. സപ്ലൈ ഇല്ലെങ്കിൽ എന്തില്ല? ആ 2 ഇവിടെ എന്ത് വരില്ല? പോളുകൾ വരില്ല. പോളുകൾ വരുന്നതിനെയാണ് എക്സൈറ്റേഷൻ എന്ന് പറയുക.
ഇപ്പോൾ എയുടെ അവിടെ മുകളിലത്തെ എയുടെ അവിടെ പോസിറ്റീവ് സപ്ലൈയും എ ഡാഷിൻ്റെ അവിടെ മൈനസ് സപ്ലൈയും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പോളുകൾ ഇങ്ങനെ എനർജൈസ്ഡ് ആവും. അങ്ങനെ എനർജൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ റോട്ടറിലുള്ളത് എന്താണ്? ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് ആണ്. ഇപ്പോൾ പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ പ്രത്യേകത അല്ല, പെർമനൻറ്റ് മാഗ്നറ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? നോർത്ത് പോൾ എപ്പോഴും അടുത്തൊരു അഡ്ജസൻ്റ് ആയിട്ടുള്ള ഒരു സൗത്ത് പോൾ ഉണ്ടെങ്കിൽ അതുമായിട്ട് അട്രാക്റ്റഡ് ആവും. അതേപോലെ തന്നെ ഇവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. ഈ റോട്ടർ ഇപ്പോൾ സപ്പോസ് ഇനീഷ്യലി നമ്മൾ സപ്ലൈ കൊടുക്കുന്നതിനെക്കാട്ടും മുമ്പ് റോട്ടറിൻ്റെ പൊസിഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ഇവിടെ നോർത്ത് പോളും ഇവിടെ സൗത്ത് പോളും ആണെന്ന് വിചാരിക്കാം. നമ്മൾ എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ എന്തുണ്ടാവും? ഈ നോർത്ത് പോൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യപ്പെടും. ഈ സൗത്ത് പോൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. ഏത് പൊസിഷനാണെങ്കിൽ പോലും സപ്പോസ് ഇനീഷ്യലി പോളിൻ്റെ പൊസിഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇവിടെ നോർത്ത് പോളും ഇവിടെ സൗത്ത് പോളും ആണെന്ന് വിചാരിക്കുക. അപ്പോഴും എന്ത് ചെയ്യും? ഇവിടെ എയിൽ പ്ലസും എ ഡാഷിൽ മൈനസും കൊടുക്കുമ്പോൾ ഇവിടെ സൗത്ത് പോൾ വരും, ഇവിടെ നോർത്ത് പോൾ വരും. ഈ നോർത്ത് പോൾ എന്ത് ചെയ്യും? സൗത്ത് പോളിലേക്ക് അട്രാക്റ്റഡ് ആവും. ഇവിടുത്തെ സൗത്ത് പോൾ എന്ത് ചെയ്യും? നോർത്ത് പോളിലോട്ട് അട്രാക്റ്റഡ് ആവും. സോ അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരിക. സോ ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്തു? എയുടെ അവിടെ ഒരു പോസിറ്റീവ് സപ്ലൈയും പോസിറ്റീവ് ഒരു ബാറ്ററിയുടെ പ്ലസ്സിലോട്ട് കണക്ട് ചെയ്തെന്ന് വിചാരിക്കുക. എ ഡാഷിൻ്റെ അവിടെ എന്ത് ചെയ്തു? ഒരു മൈനസും കണക്ട് ചെയ്തു. ആ സമയത്താണ് ഈ സ്റ്റേറ്ററിലത്തെ പോളുകൾ എന്ത് ചെയ്യുക? എക്സൈറ്റഡ് ആവുക. എന്നിട്ട് ഇവിടെ സൗത്ത് പോളും വന്നു, ഇവിടെ നോർത്ത് പോളും വന്നു. അപ്പോൾ ഈ ഇനീഷ്യലി ആ റോട്ടർ പോളുകളുടെ പൊസിഷൻ എവിടെയാണെങ്കിൽ പോലും ആ റോട്ടറിൻ്റെ പോൾ നോർത്ത് പോൾ എപ്പോഴും എന്ത് ചെയ്യും? സൗത്ത് പോളിൻ്റെ നേരെ വരും. അതേപോലെ സൗത്ത് പോൾ എന്ത് ചെയ്യും? നോർത്ത് പോളിൻ്റെ നേരെ വരും. അങ്ങനെ മാഗ്നറ്റിക്കലി ലോക്ക്ഡ് ആവും. സോ ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ എന്ന് നമ്മൾ വിചാരിച്ചു. ഇനി നോക്കുക, ഇനി അടുത്ത പൊസിഷൻ നമുക്ക് നോക്കാം. ഇവിടെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്തു? എയിൽ ഇവിടെ പ്ലസും കൊടുത്തു, ഇവിടെ മൈനസും കൊടുത്തു. അപ്പോൾ പോളിൻ്റെ പൊസിഷൻ ഇങ്ങനെയായിരുന്നു, ഈ ഡയറക്ഷനിലായിരുന്നു. ഇനി എന്ത് ചെയ്തു? ഞാൻ ഈ ഫേസ് ബി വൈൻഡിങ് എന്താണ്? ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോളുകൾക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഫേസ് ബി വൈൻഡിങ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബിയുടെ ഇവിടെ ഞാൻ പ്ലസും കൊടുത്തു, ഇവിടെ ഞാൻ മൈനസും കൊടുത്തു. പ്ലസ് കൊടുക്കുന്ന ഭാഗത്ത് എപ്പോഴും എന്ത് വരും? സൗത്ത് പോൾ എക്സൈറ്റഡ് ആവും. മൈനസ് കൊടുക്കുന്ന ഭാഗത്ത് എന്ത് ചെയ്യും? നോർത്ത് പോൾ എക്സൈറ്റഡ് ആവും. അപ്പോൾ എന്തുണ്ടാവും? ഇനീഷ്യൽ ഫിഗർ എയിൽ ഇവിടെയായിരുന്നു, ഫിഗർ എയിൽ ഇങ്ങനെയായിരുന്നു പോൾ ഉണ്ടായിരുന്നത്. ഇവിടെ നോർത്ത് പോൾ വന്നിട്ടുണ്ടായിരുന്നു. ആ നോർത്ത് പോള് എപ്പോഴാണോ ബി ഫേസിന് സപ്ലൈ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ എസ് വരും. അപ്പോൾ ഈ നോർത്ത് പോൾ എന്ത് ചെയ്യും? എസ്സിലോട്ട് അട്രാക്റ്റഡ് ആവും. അങ്ങനെ എക്സിലോട്ട് വന്ന ഇവിടെ നിന്ന് ഇങ്ങോട്ട് എസ്സിന് നേരെ നോർത്ത് പോൾ അട്രാക്റ്റഡ് ആവും. ഇവിടുത്തെ സൗത്ത് പോൾ ഇങ്ങോട്ട് പോയി സൗത്ത് പോൾ നേരെ നോർത്ത് പോളിൽ അട്രാക്റ്റഡ് ആവും. അപ്പോൾ എന്ത് ചെയ്തു? ഇനീഷ്യലായിട്ടുള്ള ഈ പൊസിഷനിൽ നിന്ന് ഇത് എന്ത് ചെയ്തു? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി എന്ത് ചെയ്തു? റൊട്ടേറ്റ് ചെയ്ത് ഈ പൊസിഷനിലെത്തി. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? എ ഫേസിൽ എയുടെ അവിടെ പ്ലസും എ ഡാഷിൻ്റെ അവിടെ മൈനസും കൊടുത്തു. അപ്പോൾ നമ്മുടെ റോട്ടറിൻ്റെ പൊസിഷൻ ഇങ്ങനെയായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ബി ഫേസിൽ ബിയുടെ അവിടെ പ്ലസും ബി ഡാഷിൻ്റെ അവിടെ മൈനസ് സപ്ലൈയും കൊടുത്തു. അപ്പോൾ റോട്ടർ പോൾ എന്ത് ചെയ്തു? ഒരു 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്ത് ഈ പൊസിഷനിലെത്തും. ഓക്കെ, ഇനി നമുക്ക് ഇനി അടുത്തൊരു പൊസിഷൻ. ആദ്യം ഫേസ് എ ഈസ് എനർജൈസ്ഡ് ആൻഡ് ഫേസ് ബി ഈസ് എനർജൈസ്ഡ് ആൻഡ് ഫേസ് എ ഈസ് എനർജൈസ്ഡ് വിത്ത് റിവേഴ്സ് പോളാരിറ്റി. ആദ്യം നമ്മൾ ഇവിടെ ഫസ്റ്റത്തെ ഫിഗറിൽ ഇവിടെയാണ് വെച്ചാൽ എയുടെ അവിടെ പ്ലസ് ആയിരുന്നു, ഇവിടെ എയുടെ അവിടെ മൈനസ് ആക്കി, എ ഡാഷിൻ്റെ അവിടെ എന്താക്കി? പ്ലസ് ആക്കി. ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ എനർജൈസ് ചെയ്തു. അപ്പോൾ എന്തുണ്ടാവാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ പൊസിഷൻ ഇതാണ്, സെക്കൻഡ് പൊസിഷൻ ഇതാണ്, തേർഡ് പൊസിഷൻ ഇതാണ്. ഇനി തേർഡ് പൊസിഷൻ എന്താണെന്ന് നോക്കാം. സോ ഇവിടെ ഇനി നോക്കാം. ഇപ്പം ഇവിടെ എന്തായി? ഇതിനു മുമ്പ് പോളുകളുടെ പൊസിഷൻ, നമ്മുടെ പോളിൻ്റെ പൊസിഷൻ, റോട്ടർ പോളിൻ്റെ പൊസിഷൻ ഇങ്ങനെയായിരുന്നു. ഇവിടെ നോർത്ത് പോളും ഇവിടെ സൗത്ത് പോളും വരുന്ന രീതിയിലായിരുന്നു. ദെൻ എയുടെ അവിടെ എന്ത് ചെയ്തു? മൈനസിലേക്കും കണക്ട് ചെയ്തു. എ ഡാഷ് എന്ന് പറയുന്നത് പ്ലസ്സിലേക്കും കണക്ട് ചെയ്തു. സോ പ്ലസ് കണക്ട് ചെയ്യുന്ന അവിടെ എന്ത് വന്നു? ഈ സൈഡിൽ സൗത്ത് പോൾ വന്നു. ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് വന്നു? നോർത്ത് പോൾ വന്നു. സോ ഇതിന് മുമ്പത്തുള്ള പൊസിഷനിൽ നിന്ന് ഈ നോർത്ത് പോൾ, ഇവിടുത്തെ നോർത്ത് പോൾ ഇങ്ങോട്ട് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. സൗത്ത് പോളിൻ്റെ സ്റ്റേറ്ററിൻ്റെ സൗത്ത് പോളിൻ്റെ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും. ഈ റോട്ടറിൻ്റെ സൗത്ത് പോൾ എന്ത് ചെയ്തു? സ്റ്റേറ്ററിൻ്റെ നോർത്ത് പോളിലോട്ടും റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ,
അപ്പോൾ ഇതിലും മുമ്പുള്ള പൊസിഷൻ ഇങ്ങനെയായിരുന്നു, അത് വീണ്ടും എന്ത് ചെയ്തു, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് എന്ത് ചെയ്യും, അടുത്ത പൊസിഷനിലേക്ക് മാറും. ഓക്കെ, ഇനി എന്ത് ചെയ്യും നമ്മൾ, വീണ്ടും ഫേസ് ബിയിൽ നമ്മുടെ ഫിഗർ 1 കൺസിഡർ ചെയ്യുമ്പോഴുള്ള ഇതിനെക്കാട്ടും ഫിഗർ ബിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫിഗർ ഡിയിൽ എന്ത് ചെയ്തു, ബി ഡാഷിൻ്റെ അവിടെ പ്ലസ് ആക്കി, ബിയുടെ അവിടെ എന്താക്കി, മൈനസ് ആക്കി. അപ്പോൾ ബി ഡാഷിൻ്റെ അവിടെ പ്ലസ് ആക്കുന്നത് കൊണ്ട് ഇവിടെ സൗത്ത് പോൾ വരും, ഇവിടെ എന്ത് വരും, നോർത്ത് പോൾ വരും. സോ അപ്പോഴെന്താ ഉണ്ടാവുക, ഇനീഷ്യലായിട്ടുള്ള ഈ പൊസിഷനിൽ നിന്ന് എന്താണ് മാറ്റം വന്നത്, റോട്ടർ പോൾ ആദ്യം ഇങ്ങനെയായിരുന്നു, അത് വീണ്ടും എന്ത് ചെയ്തു, 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ നമ്മൾ പോളുകൾ എനർജൈസ് ചെയ്യുന്നതിനനുസരിച്ച് റോട്ടർ പോളുകൾ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. സോ ഫസ്റ്റ് നമ്മൾ എനർജൈസ് ചെയ്യുമ്പോൾ പോളിൻ്റെ പൊസിഷൻ ഇങ്ങനെ ഇവിടെ കാണിച്ചിരിക്കും, ഈ ഫസ്റ്റത്തെ ഫിഗർ എയിൽ കാണിച്ചിരിക്കുന്ന പോലെ ആയിരുന്നു ഫസ്റ്റത്തെ പൊസിഷൻ. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ബി ഫേസ് എക്സൈറ്റ് ചെയ്യും, അപ്പർ റോട്ടറിൽ എന്ത് ചെയ്തു, ഒരു 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്തു, അടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് സി ആണ്, ഫിഗർ സിയിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ്. അപ്പോൾ സിയിലെത്തുമ്പോൾ എന്ത് ചെയ്തു, വീണ്ടും ഫിഗർ ബിയിലുള്ള പൊസിഷനെക്കാട്ടും 90 ഡിഗ്രി വീണ്ടും ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യും. ആൻഡ് ഫിഗർ ഡി എത്തുമ്പോഴേക്കും വീണ്ടും 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ഏതൊക്കെ വൈൻഡിങ് ആണോ എക്സൈറ്റ് ചെയ്യുന്നത്, ആ എക്സൈറ്റ് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് എന്ത് ചെയ്യും, റോട്ടർ പോള് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണ് ബേസിക്കലി സ്റ്റെപ്പർ മോട്ടോർ വർക്ക് ചെയ്യുന്നത്. സോ ഇനിയൊരു കാര്യം നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഫേസ് എ എനർജൈസ് ചെയ്തു, ഫേസ് ബി എനർജൈസ് ചെയ്തു, ദെൻ ഫേസ് എനെ റിവേഴ്സായിട്ട് എനർജൈസ് ചെയ്തു, ഫേസ് ബിനെ റിവേഴ്സായിട്ട് എനർജൈസ് ചെയ്തു. ഓക്കെ, ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും, സ്റ്റെപ്പർ മോട്ടർ ഇറ്റ് വിൽ ബി റൊട്ടേറ്റിംഗ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സപ്പോസ് നമുക്ക് തിരിച്ച് റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഈ സീക്വൻസ് ഒന്ന് മാറ്റിയാൽ മതി. എന്ത് ചെയ്യുക, ആദ്യം ഫേസ് എനർജൈസ് ചെയ്യുക, ആ ഫിഗർ എയിൽ കാണിച്ചിരിക്കുന്ന പോലെ എയുടെ അവിടെ പ്ലസും എ ഡാഷിൻ്റെ അവിടെ മൈനസും ആണ് എനർജൈസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫിഗർ എയിൽ കിട്ടുന്ന അതേപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും, റോട്ടർ പൊസിഷൻ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഫിഗർ ബിയിലോട്ട് പോകുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫിഗർ ഡിയിലോട്ട് പോകാം. അതെങ്ങനെയാണ്, ഫിഗർ എയിൽ എനർജൈസ് ചെയ്യുന്ന പോലെ എനർജൈസ് ചെയ്തതിന് ശേഷം അടുത്തത് എനർജൈസ് ചെയ്യുന്നത് ഫേസ് ബി ആണ്, പക്ഷെ എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ എനർജൈസ് ചെയ്താൽ മതി. സോ ബിയുടെ അവിടെ നമ്മൾ എന്ത് കൊടുക്കും, മൈനസും ബി ഡാഷിൻ്റെ അവിടെ പ്ലസും കൊടുക്കും, ഫിഗർ ഡിയിലുള്ള പോലെ. അപ്പോൾ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുക എങ്ങോട്ടാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രിയിലായിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫിഗർ എയിലുള്ളതിനൊക്കെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫിഗർ എയിൽ നിന്ന് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, ഫിഗർ ഡിയിലുള്ള പോലെ ആക്കാൻ പറ്റും. സോ ഫേസ് എ എനർജൈസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഫേസ് ബി വിത്ത് ഓപ്പോസിറ്റ് പൊളാരിറ്റി ദാറ്റ് ഓഫ് ഫിഗർ ബി എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിഗർ ഡിയിലുള്ള പോലെയുള്ള പൊസിഷൻ കിട്ടും, ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കിട്ടും. ദെൻ അടുത്തത് എങ്ങോട്ടാണ് വേണ്ടത്, ഫിഗർ എനെ റിവേഴ്സായിട്ട് എനർജൈസ് ചെയ്യുക, അപ്പോൾ ഫിഗർ സിയിലുള്ള പോലെയുള്ള പൊസിഷൻ കിട്ടും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫിഗർ ബീനെ എന്ത് ചെയ്യുക, എനർജൈസ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, ഫിഗർ ബിയിലുള്ള പോലെ, ഫിഗർ ബിയിലല്ല ഫേസ് ബീനെ എനർജൈസ് ചെയ്യുക, അപ്പോൾ ഫിഗർ ബിയിലുള്ള പൊസിഷൻ കിട്ടും. സോ നമ്മൾ എനർജൈസ് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ആ സീക്വൻസ് അനുസരിച്ച് എന്ത് ചെയ്യും, ഇതിൻ്റെ നമുക്ക് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കിട്ടും, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കിട്ടും. ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കിട്ടാൻ ആദ്യം എ എനർജൈസ് ചെയ്യുന്നു, ദെൻ ബി എനർജൈസ് ചെയ്യുന്നു, എനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എനർജൈസ് ചെയ്യുന്നു, ബിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എനർജൈസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് കിട്ടുന്നത് എന്താണ്, ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ്. തിരിച്ചാവണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആദ്യം ഫേസ് എ എനർജൈസ് ചെയ്യുക, ദെൻ ഫേസ് ബിനെ റിവേഴ്സ് പൊളാരിറ്റിയിൽ എനർജൈസ് ചെയ്യുക, ദെൻ ഫേസ് എനെ റിവേഴ്സ് പൊളാരിറ്റിയിൽ, ദെൻ ഫേസ് ബി എനർജൈസ് ചെയ്യുക. ആ സീക്വൻസ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും റൊട്ടേഷൻ കിട്ടും. ഈ രണ്ട് കേസിലും നമുക്ക് 90 ഡിഗ്രിയാണ് സ്റ്റെപ്പ് ആംഗിളായിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ടൈപ്പ് എക്സൈറ്റേഷൻ ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഫേസ് എയും ഫേസ് ബിയും ഒരുമിച്ചാണ് എക്സൈറ്റ് ചെയ്യുന്നത്.
അതുകൊണ്ട് സ്റ്റെപ്പ് ആംഗിളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ റോട്ടർ പൊസിഷനിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഫിഗർ 1 നോക്കാം. ഫിഗർ 1 എയും ബിയും വൈൻഡിങ് എയും ബിയും എന്ത് ചെയ്തിട്ടുണ്ട്, എനർജൈസ് ചെയ്തിട്ടുണ്ട്. വൈൻഡിങ് എയുടെ ആണെങ്കിൽ എയുടെ അവിടെ പ്ലസും എ ഡാഷിൻ്റെ അവിടെ മൈനസും, ബിയുടെ ആണെങ്കിൽ ബിയുടെ അവിടെ പ്ലസും ബി ഡാഷിൻ്റെ അവിടെ മൈനസും ആണ് ഫിഗർ എയിൽ നമ്മൾക്ക് കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് നോക്കുക. അപ്പോൾ ഇവിടെ എന്താണ്, വൈൻഡിങ്ങിൻ്റെ എവിടെയാണോ പോസിറ്റീവ് പൊളാരിറ്റി കൊടുക്കുന്നത് അവിടെ എന്ത് വരും, സൗത്ത് പൊളാരിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. സോ സൗത്ത് പൊളാരിറ്റി, അതായത് ഇവിടെ സൗത്ത് പൊളാരിറ്റി വരുന്നു, ഇവിടെ സൗത്ത് പൊളാരിറ്റി വരുന്നു. ഓപ്പോസിറ്റായിട്ട് ഇവിടെ എന്ത് വരും, നോർത്ത് പൊളാരിറ്റി വരുന്നു. ദെൻ ബിയുടെ അവിടെ പ്ലസ് ആണ്, അതുകൊണ്ട് ഇവിടെ സൗത്ത് വരുന്നു. ദെൻ ബി ഡാഷിൻ്റെ അവിടെ എന്താണ്, മൈനസ് ആണ് അവിടെ, അതുകൊണ്ട് നോർത്ത് പൊളാരിറ്റി വരുന്നു. ഇവിടെ എന്തുണ്ടാവുന്നത് നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്, ഇപ്പോൾ ഇവിടുത്തെ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇവിടെ നിന്ന് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഇവിടെ നോർത്ത് പോളുണ്ട്, ഇവിടെ നോർത്ത് പോളുണ്ട്, ഇവിടെ സൗത്ത് പോളുണ്ട്, ഇവിടെ സൗത്ത് പോളുണ്ട്. അതുകൊണ്ട് റിസൾട്ടൻ്റ് ആയിട്ടുള്ള നോർത്ത് പോൾ എന്ന് പറയുന്നത് ഇവിടെയും, റിസൾട്ടൻ്റ് ആയിട്ടുള്ള സൗത്ത് പോൾ എന്ന് പറയുന്നത് ഈ സൈഡിൽ ആയിരിക്കും. റിസൾട്ടൻ്റ് നോർത്ത് പോൾ എന്ന് പറയുന്നത് ഇവിടെയും, റിസൾട്ടൻ്റ് സൗത്ത് പോൾ ഇവിടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ റോട്ടറിലത്തെ പോളുകൾ, നോർത്ത് പോള് ഈ റിസൾട്ടൻ്റ് സൗത്ത് പോളിന് നേരെയും റോട്ടറിൻ്റെ സൗത്ത് പോള് റിസൾട്ടൻ്റ് ആയിട്ടുള്ള നോർത്ത് പോളിന് നേരെയും വന്നിട്ട് അലൈൻ ചെയ്ത് നിൽക്കും. സോ നമ്മൾ ഇങ്ങനെ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഫേസ് എയും ഫേസ് ബിയും എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ റോട്ടറിൻ്റെ പൊസിഷൻ ഈ ഫിഗറിൽ കാണിക്കുന്ന പോലെ ആയിരിക്കും. അതിന് കാരണം പറഞ്ഞു, റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലായിരിക്കും റോട്ടർ അലൈൻ ചെയ്യും. ഇനി അടുത്ത ഫിഗർ നമുക്ക് നോക്കാം. ഈ ഫിഗർ നോക്കാം. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഫേസ് എ എനർജൈസ്ഡ് വിത്ത് റിവേഴ്സ് പൊളാരിറ്റി ആൻഡ് ഫേസ് ബി. നേരത്തെ ഫേസ് എയും ബിയും സെയിം പൊളാരിറ്റിയിലായിരുന്നു. ദെൻ ഇവിടെ എന്ന് വെച്ചാൽ ഫേസ് എ നേരത്തെ ഫിഗറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലാക്കി. അപ്പോൾ എന്താണ് ഡിഫറൻസ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇവിടെ എയുടെ അവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ നോർത്ത് പോൾ വരും, ഇവിടെ സൗത്ത് പോളും വരും. ഇവിടെ നോർത്ത് പോളും സൗത്ത് പോളും നേരത്തെ ഫിഗറിലുള്ള പോലെ തന്നെ. സോ ഇവിടെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള നോർത്ത് പോള്, സ്റ്റേറ്ററിൻ്റെ നോർത്ത് പോൾ എന്ന് പറയുന്നത് ഇവിടെ വരും. റിസൾട്ടൻ്റ് ആയിട്ടുള്ള സൗത്ത് പോൾ, രണ്ട് സൗത്ത് പോളിൻ്റെ ഇടയിലായിരിക്കും റിസൾട്ടൻ്റ് സൗത്ത് പോൾ വരിക. രണ്ട് നോർത്ത് പോളിൻ്റെ ഇടയിലായിരിക്കും സ്റ്റേറ്ററിൻ്റെ റിസൾട്ടൻ്റ് നോർത്ത് പോൾ വരിക. അതുകൊണ്ട് തന്നെ റോട്ടറിൻ്റെ സൗത്ത് പോൾ എന്ന് പറയുന്നത് ഈ നോർത്ത് പോളിന്, സ്റ്റേറ്ററിൻ്റെ റിസൾട്ടൻ്റ് നോർത്ത് പോളിൻ്റെ നേരെയും റോട്ടറിൻ്റെ നോർത്ത് പോൾ എന്ന് പറയുന്നത് സ്റ്റേറ്ററിൻ്റെ റിസൾട്ടൻ്റ് സൗത്ത് പോളിന് നേരെയും ആയിരിക്കും. അതുകൊണ്ട് റോട്ടറിൻ്റെ പൊസിഷൻ ഇങ്ങനെയായിരിക്കും. സോ എന്താണ് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. ഫിഗർ എയിൽ റോട്ടറിൻ്റെ പൊസിഷൻ ഇങ്ങനെയായിരുന്നു. ഫിഗർ ബിയിലായപ്പോൾ അതെന്തായി, ഇങ്ങോട്ടായി. അപ്പോൾ എന്താണ് ഉണ്ടാവുന്നത്, ഇനീഷ്യൽ പൊസിഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇനീഷ്യൽ പൊസിഷൻ ഇതായിരുന്നു, അതിൽ നിന്ന് എന്ത് ചെയ്തു, റൊട്ടേറ്റ് ചെയ്തു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ബൈ 90 ഡിഗ്രി. ഇനി അടുത്ത ഫിഗറിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് നോക്കാം. ഫിഗർ സിയിൽ ഫേസ് എ ആൻഡ് ഫേസ് ബി എനർജൈസ് വിത്ത് റിവേഴ്സ് പൊളാരിറ്റി. ഫിഗർ 1 കമ്പയർ ചെയ്യുമ്പോൾ ഫിഗർ 1 എന്താണ് ഉണ്ടായിരുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ നമ്മൾ എനർജൈസ് ചെയ്തു. സോ ഇവിടെ എന്താണ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നോർത്ത് പോളും ഇവിടെയാണ്. അപ്പോൾ റിസൾട്ടൻ്റ് സ്റ്റേറ്ററിൻ്റെ നോർത്ത് പോൾ ഇവിടെ വരും. സൗത്ത് പോളും ഇവിടെയാണ്. അപ്പോൾ റിസൾട്ടൻ്റ് സൗത്ത് പോൾ രണ്ട് സൗത്ത് പോളിൻ്റെ ഇടയിൽ വരും. സോ നോർത്ത് പോൾ, റിസൾട്ടൻ്റ് സ്റ്റേറ്റർ നോർത്ത് പോൾ ഇവിടെയും, റിസൾട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്ററിൻ്റെ സൗത്ത് പോൾ ഇവിടെയും വരും. സോ റോട്ടറിൻ്റെ സൗത്ത് പോൾ ഈ നോർത്ത് പോളിന് നേരെയും റോട്ടറിൻ്റെ നോർത്ത് പോൾ സൗത്ത് പോളിന് നേരെയും വരും. അലൈൻമെൻറ്റ് ഇങ്ങനെയാവും. അപ്പോൾ പ്രീവിയസ് ഫിഗറിൽ അതായത് ഫിഗർ ബിയിൽ റോട്ടറിൻ്റെ പൊസിഷൻ ഇവിടെയായിരുന്നു, ഇങ്ങനെയായിരുന്നു അല്ലേ. അത് വീണ്ടും എന്ത് ചെയ്തു, 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വീണ്ടും റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത പൊസിഷൻ നോക്കാം. അടുത്ത പൊസിഷൻ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെ കിട്ടും നോക്കുക. ഇവിടെ എന്താ ചെയ്യുന്നത്, എയുടെ പൊളാരിറ്റി എ എനർജൈസ് ചെയ്യുന്നത് ഫിഗർ എയിലെ പോലെ തന്നെ ബി മാത്രം റിവേഴ്സ് ചെയ്യും. അതാണ് ഇവിടെ ഫേസ് എ ഈസ് എനർജൈസ്ഡ്, ഫേസ് ബി ഈസ് എനർജൈസ്ഡ് വിത്ത് റിവേഴ്സ് പൊളാരിറ്റി. സോ ഫേസ് എ എനർജൈസ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ എന്ത് വരും,
നമ്മുടെ സൗത്ത് പോൾ ഇവിടെ വരും, നോർത്ത് പോൾ ആണെന്ന് വെച്ചാൽ ഇവിടെ വരും. ദെൻ ഫേസ് ബിയിലാണെങ്കിൽ ബിയുടെ പ്ലസ് കണക്ട് ചെയ്യുന്നത് ബി ഡാഷ് കണക്ട് ചെയ്യുന്നത് പ്ലസ്സിലോട്ടാണ്, അതുകൊണ്ട് ഇവിടെ സൗത്ത് പോൾ വരും. ആൻഡ് ബി ഈസ് കണക്റ്റഡ് ടു മൈനസ്, അതുകൊണ്ട് എന്താവും നോർത്ത് പോളും വരും. ഇനി നോക്കുക റിസൾട്ടൻ്റ്, രണ്ട് സൗത്ത് പോൾ ഇവിടെയാണ് കിടക്കുന്നത്, അതുകൊണ്ട് റിസൾട്ടൻ്റ് ആയിട്ടുള്ള സൗത്ത് പോൾ സ്റ്റേറ്റർ സൗത്ത് പോൾ ഇവിടെയും റിസൾട്ടൻ്റ് ആയിട്ടുള്ള നോർത്ത് പോൾ ഇവിടെയും വരും. സോ റോട്ടറിൻ്റെ സൗത്ത് പോൾ ഈ നോർത്ത് പോളിന് നേരെയും റോട്ടറിൻ്റെ നോർത്ത് പോൾ ഈ സൗത്ത് പോളിന് നേരെയും ആയിരിക്കും. സോ പ്രീവിയസ് ആയിട്ട് ഫിഗറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വീണ്ടും 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ രണ്ട് ഫേസ് അറ്റ് എ ടൈം രണ്ട് ഫേസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എനർജൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് റോട്ടറിൻ്റെ പൊസിഷനിൽ കുറച്ച് വ്യത്യാസമുണ്ട്, പക്ഷെ ഇപ്പോഴും എന്താണ് സ്റ്റെപ്പ് ആംഗിൾ നമുക്ക് കിട്ടുന്നത് എന്താണ് 90 ഡിഗ്രി തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞതും ഇതും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 45 ഡിഗ്രി എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റെപ്പ് ആംഗിൾ കിട്ടും. അതെങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. ഇവിടെ ആദ്യം ഫേസ് എ മാത്രം എനർജൈസ് ചെയ്തു. ഫിഗർ എ ആണ് ഫസ്റ്റ് പൊസിഷൻ കാണിക്കുന്നത്. അവിടെ ഫേസ് എ മാത്രം നമ്മൾ എന്ത് ചെയ്തു, എനർജൈസ് ചെയ്തു. സോ എ വൈൻഡിങ് എയുടെ അവിടെ സൗത്ത് പോൾ വരും, എ ഡാഷിൻ്റെ സൈഡിൽ എന്ത് വരും, നോർത്ത് പോൾ വരും ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ. ബി വൈൻഡിങ് എന്ത് ചെയ്യുന്നില്ല, എനർജൈസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് റോട്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫിഗർ എയിൽ കാണുന്ന ഒരു പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യും. നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞ പോലെയാണ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പായിട്ട് എ മാത്രമല്ല എയുടെ കൂടെ എന്തും ചെയ്യും, ബിയും കൂടി എനർജൈസ് ചെയ്യും. എയും ബിയും കൂടി എനർജൈസ് ചെയ്യുന്നത് കൊണ്ട് റോട്ടറിൻ്റെ പൊസിഷൻ എന്തായിരിക്കും, ഫിഗർ ബിയിൽ പറയുന്ന പോലെ ആയിരിക്കും. ഇത് ഞാൻ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തു, അതേപോലെ തന്നെയാണ് ഇവിടെയും വരും. ഇവിടെ എന്താണ് ഉണ്ടാകുന്നത്, നമുക്ക് വേണമെങ്കിൽ അതൊന്ന് നോക്കാം. ഇവിടെ സൗത്ത് പോള് റിസൾട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് സൗത്ത് പോൾ ഇവിടെയും റിസൾട്ടൻ്റ് ആയിട്ടുള്ള നോർത്ത് പോൾ ഇവിടെ ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സൗത്ത് പോൾ ഉണ്ട്, ഇവിടെ സൗത്ത് പോൾ ഉണ്ട്. അതിൻ്റെ റിസൾട്ടൻ്റ് ആണ് അതിൻ്റെ ഇടയിൽ വരും. ഇവിടെ നോർത്ത് പോൾ ഉണ്ട്, ഇവിടെ നോർത്ത് പോൾ ഉണ്ട്. അപ്പോൾ റിസൾട്ടൻ്റ് എന്ത് വരും, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരും. സോ റോട്ടറിൻ്റെ സൗത്ത് പോൾ ഇങ്ങോട്ടും, ഇവിടെയാണ് റിസൾട്ടൻ്റ് നോർത്ത് പോൾ ഉള്ളത്. ദെൻ ഇവിടെയാണ് റിസൾട്ടൻ്റ് സൗത്ത് പോൾ ഉള്ളത്. അപ്പോൾ റോട്ടറിൻ്റെ നോർത്ത് പോൾ എന്ത് ചെയ്യും, ഇതിന് നേരം അലൈൻ ചെയ്യും. അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള ഫിഗർ എയും ഫിഗർ ബിയും കമ്പയർ ചെയ്യുമ്പോൾ റൊട്ടേഷൻ എന്താണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഫിഗർ എയിൽ നിന്ന് ഫിഗർ ബിയിലേക്ക് എത്തുമ്പോൾ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. പക്ഷെ അത് 90 ഡിഗ്രി ഇല്ല, പകരം എന്താണ് 45 ഡിഗ്രി ഉള്ളൂ. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും എയുടെ സപ്ലൈ കട്ടാക്കും. ഫേസ് ബി മാത്രം എന്ത് ചെയ്യും, എനർജൈസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫിഗർ സിയിൽ കാണുന്ന പോലെ റോട്ടറിൻ്റെ പൊസിഷൻ കിട്ടും. സോ ഫിഗർ ബിയും ഫിഗർ സിയും കമ്പയർ ചെയ്യുമ്പോൾ ഫേസിൽ അല്ലെങ്കിൽ റൊട്ടേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് 45 ഡിഗ്രി മാത്രമാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഫിഗർ ഡിയിലെത്തുമ്പോൾ ഫേസ് ബി എനർജൈസ്, ഫേസ് എ ഈസ് എനർജൈസ് വിത്ത് റിവേഴ്സ് പൊളാരിറ്റി വെൻ കമ്പയർ ടു ദാറ്റ് ഓഫ് ഫിഗർ 1. അപ്പോൾ നമുക്ക് ഈ റോട്ടർ പൊസിഷനും കിട്ടും. അപ്പോഴെന്താണ് നമുക്ക് കിട്ടുന്നത്, ഈ സീക്വൻസിൽ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, 45 ഡിഗ്രി ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, റൊട്ടേഷൻ കിട്ടുന്നത്. അങ്ങനെ ആംഗിൾ കിട്ടുന്നത് 45 ഡിഗ്രിയാണ്. റൊട്ടേഷൻ എന്ന് പറയുന്നത് ഏതാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്ക് 90 ഡിഗ്രി അല്ലെങ്കിൽ 45 ഡിഗ്രി സ്റ്റെപ്പ് ആംഗിളും നമുക്ക് സെയിം മെഷീൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. അത് ക്ലോക്ക് വൈസും ആകാം ആൻറ്റി ക്ലോക്ക് വൈസും ആകാം. അത് ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മൾ ഏത് ഓർഡറിലാണ് ഓരോ ഫേസുകളും എക്സൈറ്റ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. സോ ഇതാണ് സ്റ്റെപ്പർ മോട്ടോറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. സോ thus by providing proper pulses to the stator winding we can rotate the rotor to the desired angle. നിങ്ങൾക്ക് ആ പറഞ്ഞത് മനസ്സിലായിരിക്കും എന്ന് പറയുക. ആ സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ നമ്മൾ കൊടുക്കുന്ന പൾസസിൻ്റെ സീക്വൻസും
പൾസസിൻ്റെ ഓർഡറും അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും, ഡിസൈഡ് ഏത് ആംഗിൾ വേണമെങ്കിലും നമ്മൾ ഡിസൈഡ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു 90 ഡിഗ്രി സ്റ്റെപ്പ് ആംഗിൾ ഉള്ള ഒരു സ്റ്റെപ്പർ മോട്ടറാണ്. അത് വേണമെങ്കിൽ എന്ത് ആക്കാം, നമ്മൾ കൊടുക്കുന്ന പൾസസ് അനുസരിച്ച് അത് 45 ഡിഗ്രി സ്റ്റെപ്പ് ആംഗിൾ ഉള്ള ഒരു മോട്ടറായിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. The direction of rotation also depends on the sequence in which the stator windings are excited. അല്ലേ, നമ്മൾ കണ്ടു സ്റ്റേറ്റർ വൈൻഡിങ്സ് എക്സൈറ്റ് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചിട്ടാണ് നമുക്ക് ക്ലോക്ക് വൈസോ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസോ ആയിട്ടുള്ള റൊട്ടേഷൻ കിട്ടുക. ആൻഡ് ദ സ്പീഡ് ഓഫ് ദ മോട്ടർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ കൺട്രോളിങ് ദ ഫ്രീക്വൻസി ഓഫ് പൾസസ്. നമ്മൾ പൾസസ് കൊടുക്കുന്ന ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, മോട്ടറിൻ്റെ റൊട്ടേഷണൽ സ്പീഡ് ഉണ്ടാവുക. അതായത് ഇപ്പോൾ ഓരോ ഫേസ് വഴി മാത്രം എക്സൈറ്റ് ചെയ്യുന്ന കേസ് നമ്മൾ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. ആദ്യം ഞാൻ ഫേസ് എ മാത്രം എക്സൈറ്റ് ചെയ്തു, അപ്പോൾ ഒരു റോട്ടർ പൊസിഷൻ കിട്ടും. ദെൻ ഫേസ് ബി എക്സൈറ്റ് ചെയ്തു, അപ്പോൾ അടുത്ത റോട്ടർ പൊസിഷൻ കിട്ടും. ഫേസ് എ റിവേഴ്സ് ആക്കി കഴിഞ്ഞാൽ അടുത്ത റോട്ടർ പൊസിഷൻ കിട്ടും. ഫേസ് ബി റിവേഴ്സ് ആക്കി കഴിഞ്ഞാൽ അടുത്തൊരു റോട്ടർ പൊസിഷൻ കിട്ടും. ഈ എക്സൈറ്റ് ചെയ്യുന്നത് ഓരോ സെക്കൻഡിലും ആണെങ്കിൽ 4 സെക്കൻഡ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ആവുള്ളൂ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പൾസുകളുടെ ഫ്രീക്വൻസി അനുസരിച്ചിട്ടാണ് എന്തുണ്ടാവുക, മോട്ടറിൻ്റെ സ്പീഡ് ഉണ്ടാവുക. പൾസസ് പതുക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ മോട്ടർ എന്തായിരിക്കും, പതുക്കെ റൊട്ടേറ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡിൽ നമ്മൾ ഒരു ഫേസ് മാത്രം എന്ത് ചെയ്തു, എക്സൈറ്റ് ചെയ്തു. അടുത്ത സെക്കൻഡിൽ അടുത്ത ഫേസ് എക്സൈറ്റ് ചെയ്തു. അങ്ങനെ 4 സെക്കൻഡ് എടുത്തു കഴിഞ്ഞാലാണ് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എടുക്കുക. ഓക്കെ, അത് തന്നെ ഇപ്പോൾ ഫസ്റ്റത്തെ ഫേസ് നമ്മളെന്ത് ചെയ്തു, 1 സെക്കൻഡ് കൊണ്ടും അടുത്തത് 2 സെക്കൻഡ് കഴിഞ്ഞിട്ടുവാണെങ്കിൽ ആ റൊട്ടേഷൻ്റെ ടൈം എന്ത് ചെയ്യും, മാറും. അതാണ് ഫ്രീക്വൻസി ഓഫ് പൾസസ് എന്ന് പറയുന്നത്. ദ സ്പീഡ് ഓഫ് മോട്ടർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ കൺട്രോളിങ് ദ ഫ്രീക്വൻസി ഓഫ് പൾസസിൻ്റെ ഫ്രീക്വൻസി മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് സ്പീഡും കൺട്രോൾ ചെയ്യാം. സ്പീഡ് വേണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കാം. സോ ഒരു സ്റ്റെപ്പർ മോട്ടോറിൻ്റെ വെച്ചിട്ടുള്ള സ്പീഡ് കൺട്രോൾ സിസ്റ്റത്തിന് മെയിനായിട്ട് ഇത്രയും പാർട്ടുകളാണ് ഉണ്ടാവുക. സ്റ്റെപ്പർ മോട്ടർ ഉണ്ടാവും, ഒരു കൺട്രോളർ ഉണ്ടാവും. കൺട്രോളറിന് 2 ഇൻപുട്ടാണ് ഉണ്ടാവുക. ഒന്ന് സ്റ്റെപ്പ് പൾസസ്. ആ സ്റ്റെപ്പ് പൾസസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺട്രോളർ സ്റ്റെപ്പർ മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. ദെൻ ഡയറക്ഷൻ, ഫോർവേഡ് ഡയറക്ഷനിലാണോ റൊട്ടേറ്റ് ചെയ്യുന്നത്, റിവേഴ്സ് ഡയറക്ഷനിലാണോ റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു സിഗ്നലും കൂടി കൺട്രോൾ സിസ്റ്റത്തിന് കൊടുക്കണം. പൾസസ് ഒരു സിഗ്നലായിട്ട് ഇൻപുട്ടായിട്ട് കൺട്രോൾ സിസ്റ്റത്തിന് കൊടുക്കും. അതേപോലെ ഡയറക്ഷൻ, ഫോർവേഡ് ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യിക്കാം, റിവേഴ്സ് ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യിക്കാം. സോ കൺട്രോളർ എന്താ ചെയ്യാം, ഈ കൺട്രോളറിലേക്ക് വരുന്ന സിഗ്നൽ അനുസരിച്ചിട്ടാണ് പൾസുകൾ എന്ത് ചെയ്യുക, മോട്ടറിൻ്റെ വൈൻഡിങ്ങുകളിലേക്ക് കടത്തിവിടുക. ആ പൾസുകളുടെ ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ടാണ് മോട്ടർ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുന്നതും ചെയ്യുക. ഓക്കെ, സോ സ്റ്റെപ്പർ മോട്ടറിൻ്റെ കൺട്രോൾ സിസ്റ്റത്തിന് 2 ഇൻപുട്ടുകളാണ് ഉണ്ടാവുക. ഒന്ന് പൾസസുകളാണ്. ആ പൾസസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോട്ടറിനെ എക്സൈറ്റ് ചെയ്യുന്നത്. ദെൻ ദർ ഷുഡ് ബി എ സിഗ്നൽ വിച്ച് ഡിറ്റർമിൻസ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ. അങ്ങനെ ഡയറക്ഷൻ കമാൻഡ് അല്ലെങ്കിൽ ഡയറക്ഷൻ ഡാറ്റ കൊടുക്കുന്ന ഒരു സിഗ്നൽ കൂടി ഉണ്ടാവും. അങ്ങനെ 2 സിഗ്നലുകളാണ് സ്റ്റെപ്പർ മോട്ടറിൻ്റെ കൺട്രോൾ സിസ്റ്റത്തിന് ഇൻപുട്ടായിട്ട് ഉണ്ടാവുക. സോ ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ വേരിയബിൾ റിലക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടറാണ്. അത് ഇനി വരുന്ന അടുത്ത വീഡിയോകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ സ്റ്റെപ്പർ മോട്ടർ, എങ്ങനെയാണ് ഒരു പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ സ്റ്റെപ്പർ മോട്ടർ ഉണ്ടാവുക, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദെൻ പെർമനൻറ്റ് മാഗ്നറ്റ് സ്റ്റെപ്പർ മോട്ടറിൻ്റെ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം. ഓക്കെ, താങ്ക് യു.